മേഖലയിലെ പ്രവർത്തികളുടെ പുരോഗതി ഒരു കാരണവശാലും തടസ്സപ്പെടരുത് എന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചത്. സ്വാഭാവികമായും ട്രഷറി മാനേജ്മെന്റിന്റെ ഭാഗമായി ചില ചെലവിനങ്ങൾ അവധിക്ക് വെക്കേണ്ടി വന്നിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA കുടിശ്ശികയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോവിഡ് മഹാമാരിയുടെ കാലത്ത് ശമ്പള പരിഷ്കരണം നടത്തുകയും അതിന്റെ വലിയ ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്ത സർക്കാരാണ് കേരളത്തിലേത്. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാണ് മുൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തുടരാനും നയപരിപാടികൾ തുടർച്ചയായി നടപ്പിലാക്കാനും കഴിഞ്ഞതിന് കാരണം. വാഗ്ദാനങ്ങളും ജനക്ഷേമ നയങ്ങളും നടപ്പിലാക്കുമെന്നതിന് LDF സർക്കാരാണ് ജനങ്ങൾക്ക് ഗ്യാരണ്ടി. സർ, നികുതി വിഹിതവും കടം വാങ്ങാനുള്ള അവകാശവും കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് കുടിശ്ശിക വരാൻ കാരണം. അത് മനസ്സിലാക്കി സർക്കാരിനോട് സഹകരിക്കുകയാണ് ജീവനക്കാർ ചെയ്തത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. സർ, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. സർ, ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF ലയിപ്പിക്കുന്നതാണ്. 1900 കോടി വരും അത്. സർ, ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. അപ്പോൾ അതവർക്ക് ലഭിക്കും. സർ, നാം ജീവിക്കുന്ന ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളെ അഖണ്ഡമായ ജാഗ്രതയോടെ വിലയിരുത്തി നിരന്തരം സ്വയം നവീകരിച്ചുകൊണ്ടല്ലാതെ വ്യക്തികൾക്കോ സമൂഹത്തിനോ മുന്നോട്ട് പോകാനാവില്ല. കേരള സർക്കാരിൻ്റെ വികസന ധനനയങ്ങളെ നിർണ്ണയിക്കുന്നത് നിരന്തര നവീകരണത്തിൻ്റെതായ ഈ കാഴ്ചപ്പാടാണ്. അതിൻ്റെ ചില പ്രധാനപ്പെട്ട വശങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. 1. അസമാധാനവും വിദ്വേഷവും സംഘർഷങ്ങളും പടർന്നു പിടിക്കുന്ന ഏറെ സംഭ്രമജനകമായ സാഹചര്യമാണ് ഇന്ന് ലോകമെമ്പാടും നിലനിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അന്തരീക്ഷമാണ് നമ്മുടെ വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ഏറ്റവും വലിയ ഉറപ്പ്. ഈ പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയോടും മറ്റ് സംഘടിത വിഭാഗീയ നയങ്ങളോടും ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന സമീപനം നാം സ്വീകരിക്കുന്നത്. ഈ രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ വികസനക്ഷേമ മൂല്യം എത്രത്തോളം വലുതാണെന്ന് നന്നായി തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. 2. സംസ്ഥാനത്തിൻ്റെ വികസന ധനനയങ്ങളെ രൂപപ്പെടുത്തുന്ന രണ്ടാമത്തെ പരിഗണന ലോകമെമ്പാടും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയും സാഹചര്യമാണ്. പരിസ്ഥിതി പ്രതിസന്ധി ആഭ്യന്തരവും ബാഹ്യവുമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. ആഭ്യന്തര കാരണങ്ങൾ ഇല്ലാതാക്കാനും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിടാനും നാം സദാ സന്നദ്ധമായിരിക്കും. 3. ജനസംഖ്യാ പരിണാമത്തിൻ്റെ സമകാലിക ഘട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുന്നതിൻ്റെയും പ്രായമായവരുടെ അനുപാതം വലിയ തോതിൽ വർദ്ധിക്കുന്നതിൻ്റെയും വികസന പ്രത്യാഘാതങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ഇതോടൊപ്പം കേരളത്തിൽ നിന്നും പുറത്തേക്കും അകത്തേക്കുമുള്ള കുടിയേറ്റത്തെ ഭാവിയിൽ എങ്ങനെ കാണണമെന്ന പ്രശ്നമുണ്ട്. 4. ഏറ്റവും ഉയർന്ന തോതിൽ നഗരവൽക്കരണം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നഗരങ്ങൾക്ക് നാടിൻ്റെ വികസനത്തിൻ്റെ എഞ്ചിനായി മാറാൻ കഴിയും. എന്നാൽ അതിവേഗ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് പരിഹരിച്ചില്ലെങ്കിൽ വികസന വണ്ടിയുടെ വഴിമുടക്കാനും നഗരങ്ങൾക്ക് കഴിയും. 5. പശ്ചാത്തല മേഖലയിൽ അഭൂതപൂർവമായ വികസനമാണ് ലോകമെമ്പാടും സംഭവിക്കുന്നത്. പക്ഷേ പശ്ചാത്തല മേഖലയിലെ കുതിപ്പിനെ അതിവേഗ വളർച്ചയെ മാറ്റാൻ നിർണായകമായ തുടർ നടപടികൾ ആവശ്യമാണ്. 6. ആഗോള ശാക്തിക മണ്ഡലത്തിലും രാഷ്ട്രീയത്തിലും സമ്പദ്ഘടനയിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഒരു യുഗസംക്രമണത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഘടനാപരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഈ മാറ്റങ്ങൾ ഒരേ സമയം വലിയ വെല്ലുവിളികളും ഒപ്പം പുതിയ അവസരങ്ങളും തുറന്നു തരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ രംഗങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കണം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത കാലത്ത് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും അതിനോട് അക്കാഡമിക് സമൂഹത്തിൻ്റെയും യുവ സംരംഭകരുടെയും പ്രതികരണവും ഇക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. 7. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങളുടെ കുത്തൊഴുക്കിൽ ഒരു വിപരീത പ്രത്യാഘാതം അരികുവൽക്കരണവും അസമത്വത്തിൻ്റെ വളർച്ചയുമാണ്. യഥാർത്ഥത്തിൽ ലോകമാകെ അസമത്വം പെരുകുകയാണ്. ഈ അപകടം മുന്നിൽ കണ്ട് പരിഹരിക്കാൻ സംസ്ഥാനത്തിന് കഴിയണം. കേരളം അതിൻ്റെ വികസിത മൂല്യങ്ങളായി കരുതുന്ന സാമൂഹ്യനീതിക്കും സാമൂഹ്യക്ഷേമത്തിനും ഒരു ക്ഷീണവും സംഭവിക്കാതെ നോക്കണം. എല്ലാ വികസനവും ആത്യന്തികമായി മനുഷ്യ നന്മയ്ക്കാവണം എന്ന തത്വം വിസ്മരിക്കപ്പെടരുത്. സർ, പരിസ്ഥിതിയും ദുരന്ത പരിഹാരവും. സർ, 2025 കേരളം സ്വാഗതം ചെയ്യുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. കേരളത്തെ സങ്കടക്കടലിലാക്കിയ അതിതീവ്ര ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായത്. 2024 ജൂലൈ 30-നുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ 254 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 44 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. 2007 വീടുകൾ തകരുകയും ആയിരക്കണക്കിന് പേരുടെ ഉപജീവനം മാർഗമില്ലാതാവുകയും ചെയ്തു. ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിൻ്റെ കണക്ക് ഏകദേശം 1202 കോടിയാണ്. പുനർനിർമ്മാണത്തിനുള്ള പുനരധിവാസ ചെലവിന് 2221 കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് വിദഗ്ധരടങ്ങിയ സംഘം വിലയിരുത്തിയിട്ടുള്ളത്. എല്ലാവരുടെയും നിശ്ചയവുമായ സഹകരണം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. 2025-26 കേന്ദ്ര ബജറ്റിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല.
മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ. സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു. സർ, CMDRF, SDMA, കേന്ദ്ര ഗതാഗത പൊതു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഫണ്ടുകൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, സ്പോൺസർഷിപ്പ്